പ്രൊഫസർ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി വിഷ്ണുവിനോട് ചോദിക്കണേ, കൂരിരുട്ടിലും എനിക്കുണ്ടായിരുന്ന പ്രകാശം എന്തിനെ എന്നിൽ നിന്നും കവർന്നെടുത്തത്? പറ വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ കാൽക്കീഴിലിരുന്ന് കരയുവാണ്. ഈ സമയം ഭാമദേശത്തിൽ ശാലിനിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. എണീക്കടി, മതിയാക്കടി നിന്റെ നാടകം. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടും ഇവിടെ വന്നിങ്ങനെ പട്ടിയെ പോലെ മോങ്ങാൻ നാണമില്ലടി നിനക്ക്. ഇനി നീ ഇവിടെ കിടന്ന് നാടകം കളിച്ചു കഴിഞ്ഞാൽ നീ വലിയ കളക്ടറാണെന്നൊന്നും ഞാൻ ഓർക്കില്ല. അടിച്ചിറക്കി വിടും ഞാൻ. നിനക്ക് പൊറോട്ട നാടകം കളിക്കാനുള്ള സ്ഥലമുള്ള സത്യഭാമയുടെ വീടും. എത്രയും വേഗം പോയിക്കോ, അല്ലെങ്കിൽ ചൂലെടുത്ത് നിന്നെ അടിച്ചിറക്കും. അന്നേരം ശാരദ ചോദിക്കണേ, സത്യാമ്മേ ഇങ്ങനെയൊക്കെ പെരുമാറണേ എൻ്റെ മോള് എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അന്നേരം ഭാമ ശാരദാമ്മയോട് ചോദിക്കണേ, അത് ശരി, നിങ്ങളുടെ മോള് എന്ത് തെറ്റാ ചെയ്തതെന്ന് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നോ? മൂന്ന് മക്കളെ പ്രസവിച്ച അമ്മയല്ലേ നിങ്ങൾക്ക് അതിതുവരെ മനസ്സിലായില്ലേ? ഈ നിൽക്കുന്നവള് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഒപ്പം കഴിഞ്ഞവളാ. അവൾ ഈ നാട്ടിൽ നിന്ന് 6 വർഷം മുമ്പേ ആരോടും ഒരു വാക്കും പറയാതെ പോയതാ. പിന്നീട് അവൾ തിരിച്ചു വന്നപ്പോൾ ഒക്കത്തൊരു കൊച്ചിനെ കൊണ്ടാ വന്നത്. അവൾ ഗർഭിണിയായതോ പ്രസവിച്ചതോ ഈ നിൽക്കുന്ന എൻ്റെ മകൻ പോലും അറിഞ്ഞിട്ടില്ല. ഇനി ഞാൻ വിശദീകരിച്ചു തരണോ നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റെന്താന്ന്? പറയാനേ എനിക്ക് ഉറപ്പ് തോന്നുവാണ്, എൻ്റെ സംസ്കാരം അതിനനുവദിച്ചിട്ടില്ല. അന്നേരം ശാലിനി പറയണേ, സത്യമേ വിഷ്ണുവേട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല, അതിന് എനിക്കൊരിക്കലും ആവില്ല. അന്നേരം ഭാമ പറയണേ, അഗ്നികുണ്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന പായസം കഴിച്ച് മാമ്പഴം കഴിച്ച് അല്ലെങ്കിൽ സൂര്യഭഗവാനിൽ നിന്നാണ് ഗർഭിണി ആയതെന്നൊന്നും നീ പറഞ്ഞു കളയല്ലേ. അതൊന്നും വിശ്വസിക്കാനേ ഈ സത്യഭാമ മാത്രം മണ്ടിയൊന്നുമല്ല. ഇതേ കലിയുഗമാണ്. അന്നേരം രാഘവൻ പറയുക, ഭാമേ അവളെ വിശ്വസിക്കുന്നീ. ഞാൻ വിശ്വസിക്കാൻ രാഘവേട്ടാ, പക്ഷേ ഇവളുണ്ടല്ലോ ആ കൊച്ചിൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോഴേ നാട്ടുകാർ ഓരോന്ന് പറയും. അവരുടെ വായടുപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? മാസവും വർഷവും എല്ലാം അവർ കണക്ക് കൂട്ടും. അപ്പോൾ അവരുടെ അടുത്തും വിശ്വാസമാണ് എല്ലാമെന്ന് പറഞ്ഞാൽ മതിയോ? അന്നേരം രാഘവൻ പറഞ്ഞേ, ചിലയിടത്തൊക്കെ വിശ്വാസം തന്നെയല്ല. ഈ മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞു വീണ താഴത്തേക്ക് പോകുമെന്നുള്ള വിശ്വാസം. അതുപോലെ തന്നെയാണ് ചാരിത്രവതിയായ ഒരു സ്ത്രീയുടെ വാക്കുകളും. അന്നേരം ഭാമ ചോദിക്കണേ, ചാരിത്രവതിയായ സ്ത്രീയോ ഇവളോ? ഈ സമയം ശാലിനി പറയണേ, സത്യാമ്മയും എന്താടി നൊന്തു നിനക്ക് എന്ന് ഭാമ ചോദിക്കുക. എന്നിട്ട് പറയണേ, അങ്ങനെയാണെങ്കിൽ പറയടി, സത്യം എന്ന് പറയുന്ന ആ കൊച്ചു നിന്റെ ആരാണ്? സത്യാമ്മ നീതികേട് കാട്ടിയെന്ന് നാട്ടുകാരും പറയില്ല. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആ നിമിഷം ഇവളുടെ കഴുത്തി ഇവൻ കെട്ടിയ താലിയുണ്ടല്ലോ, അത് ഞാൻ പൊട്ടിച്ചെടുത്ത് നിന്നെ ഈ വീട്ടിലെ മരുമകളാക്കി ഇവിടെ വാഴിക്കും. പറയ്, ആരാ സത്യ എന്ന് ഭാമ ചോദിക്കുക. അന്നേരം ശാലിനി ശ്യാമയെ നോക്കുകയാണ്ടോ. ഈ സമയം ശ്യാമ കൈകൂപ്പിക്കൊണ്ട് പറയല്ലേ എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ശാരദാമ്മയും പറയുക, മോളെ എല്ലാം തുറന്നു പറ. ഈ സമയം ശാലിനി പണ്ട് ശ്യാമക്ക് കുഞ്ഞിനെ കൊടുത്ത വാക്കും പിന്നീട് താ കുഞ്ഞിനെ പ്രസവിച്ചതും അതിനുശേഷം നാട് വിട്ടുപോയതും വിഷ്ണു തൻ്റെ പിന്നാലെ വന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓർക്കുവാണ്. എന്താടി നിന്റെ നാവറങ്ങി പോയോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ ശാലിനി പറയണേ, ഞാൻ പറയാം സത്യാമ്മേ. സത്യ ഈ വീട്ടിലെ കുട്ടിയാണ്. സത്യഭാമയുടെ കൊച്ചുമോളും സത്യഭാമയുടെ അതേ രക്തം അതേകുന്നതും ഭാമ ശാലിനി ചേർത്ത് പിടിക്കണേ. സത്യമാണോ? ഇത് നിനക്ക് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ ഭാമയുടെ ഈ മാറ്റം കാണുമ്പോൾ എല്ലാവരും അങ്ങ് അമ്പരന്ന് നിൽക്കുവാണ്. എന്നിട്ട് ഭാമ പറയണേ, പൊന്നി നീ അകത്ത് നിന്ന് എൻ്റെ മരുമകളെ സ്വീകരിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവാം. അങ്ങനെ പൊന്നി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഭാമ ചോദിക്കണേ, അല്ല പൊന്നി നിൽക്ക്, നീ എന്താ എടുക്കാൻ പോകുന്നത്? ആരതി എന്ന് പൊന്നി പറയുക. അന്നേരം ഭാമ പറയണേ, ഇവളെ സ്വീകരിക്കാൻ ആരതിയല്ല, ഒരു ബക്കറ്റ് ചാണകം വെള്ളം എടുക്കേണ്ടത്, അതെടുത്ത് ഇവളുടെ തല ഒഴിക്കണം. അത് കേൾക്കുമ്പോൾ ശാലിനി സത്യാമ്മയെന്ന് പറഞ്ഞ് വിളിക്കുക. അന്നേരം ഭാമ പറയണേ, നിർത്തടി, കളക്ടറാണെന്ന് പറഞ്ഞ് എന്ത് നാണം കെട്ട കാര്യം ഈ വീട്ടിൽ വന്ന് പറയാമെന്ന് നീ കരുതിയോടി? 6 വർഷമായിട്ട് ഈ നാടുമായിട്ടും ഈ വീടുമായിട്ടും നിനക്കൊരു ബന്ധവും ഇല്ലായിരുന്നു. എന്നിട്ട് നീ അതിൽ താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടും അത്ര മന്ദബുദ്ധിയല്ല ഈ സത്യഭാമ. ഈ സമയം ശാരദാമ്മ കൈകൂപ്പിക്കൊണ്ട് ഭാമയോട് അപേക്ഷിക്കണേ, സത്യാമ്മേ ചതിക്കരുത്. അന്നേരം ഭാമ ശാരദാമ്മയോട് പൊട്ടിത്തെറിക്കണേ, ചതിയോ? നിങ്ങൾ ആ വാക്ക് ഉച്ചരിക്കരുത്. നാണമില്ലതല്ലേ നിങ്ങൾക്ക് ആ വാക്ക് പറയാൻ? നിങ്ങളുടെ മോളാണ് എന്നെ എൻ്റെ കുടുംബത്തെ ചതിച്ചത്. എൻ്റെ മകൻ അവളുടെ കഴുത്തിൽ കിട്ടിയ താലിയിട്ടുകൊണ്ട് അവൾ മറ്റൊരുത്തിൻ്റെ കൊച്ചിനെ ഈ സമയം ശാലിനി സത്യാമ്മേ എന്ന് പറഞ്ഞ് ഉച്ചത്തി വിളിക്കുവാണ്. സത്യാമ്മേ, ഞാൻ പറഞ്ഞത് സത്യോ? ഈ വീട്ടിലെ കുട്ടിയോ സത്യാമ്മയുടെ കൊച്ചുമോളും. അന്നേരം ഭാമ പറയണേ, ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവൾ നീ എപ്പോഴാണ് പ്രസവിച്ചത്? ഏത് ദിവസം, ഏത് മാസം, ഏത് വർഷം, ഏത് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്? എത്ര സമയം? എല്ലാം നീ കൃത്യമായിട്ട് പറയണം. പ്രസവം എടുത്ത ഡോക്ടർ ഏതാണ്? ഏത് ഹോസ്പിറ്റലാണ്? അവിടുത്തെ നേഴ്സ് ആരാണ്? ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് ഏതാണ്? പറ, എല്ലാത്തിനും നീ ഉത്തരം പറ. അന്നേരം ശാലിനി വീണ്ടും ശ്യാമയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഈ സമയം ശ്യാമ പറയില്ലെന്ന് പറഞ്ഞ് വീണ്ടും അപേക്ഷിക്കുകയാണ് കേട്ടോ. ആ സമയം ശാലിനിക്കാണെങ്കിൽ
എല്ലാ സത്യങ്ങളും തുറന്ന് പറയണമെന്നുണ്ട്. എന്നാൽ ഷാമയുടെ ജീവിതം തകരുമെന്ന് നിർത്തി പറയാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആകെ സംഘർഷം അനുഭവിക്കുകയാണ്. പെട്ടെന്ന് ശാലിനിയുടെ തല ഇറങ്ങി വീഴുവാണ് കേട്ടോ. ഈ സമയം ഇത് കണ്ട് എല്ലാവരും അങ്ങ് ടെൻഷനാകുവാണ്. ശാരദാമ്മയും ഷാമയൊക്കെ ഓടി ശാലിനിയുടെ അരികിലേക്ക് എത്തുക. കുഞ്ഞിച്ചി കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ് ഷാമയും ശാരദാമ്മയൊക്കെ നിലവിളിക്കുവാണ്. ഈ സമയം വിഷ്ണുവും ശാലിനി എന്ന് പറഞ്ഞ് ചെല്ലാൻ തുടങ്ങുമ്പോൾ ഭാമ തടയണേ, നീ അവളെ തൊടണ്ട. ഈ സമയം പൊന്നു വെള്ളമൊക്കെ ആയിട്ട് വരുവാണ്. അങ്ങനെ വെള്ളം എടുത്ത് ശാലിനിയുടെ മുഖത്തേക്ക് തളിക്കുവാണ് കേട്ടോ. അങ്ങനെ ശാലി കണ്ണു തുറന്ന് ആദ്യം തന്നെ വിഷ്ണുവിനെ കേട്ടോ നോക്കുന്നത്. ഈ സമയം വിഷ്ണു ആണെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ ചങ്കുപൊട്ടി അവിടെ നിൽക്കുവാണ്. ഈ സമയം ഭാമ പറയണേ, എടി എണീക്കടി, നിന്റെ നാടകം കഴിഞ്ഞോ? എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ലാത്ത കാരണം തലയിറങ്ങി വീണ പോലെ അങ്ങ് അഭിനയിച്ചാൽ മതിയല്ലോ. എന്നാലേ നിൻ്റെ ഒരു നാടകവും ഇനി സത്യഭാമയുടെ മുമ്പിൽ വിലപ്പോവാൻ പോകുന്നില്ല. ഇനി 1000 തവണ ഇവിടെ ഭർത്താവിനെ തേടി നീ വന്നാലും അപ്പോഴെല്ലാം നിന്റെ മുമ്പിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ പറയുന്നത് വരെ സത്യഭാമയുടെ വീട് നിനക്ക് ബാലികേറാമല തന്നെയായിരിക്കും. ഈ സമയം ശാലിനി വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെല്ലുക. വിഷ്ണുവേട്ടനൊന്നും പറയാനില്ലേ? അന്നേരം വിഷ്ണു ആണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുക. ഈ സമയം ഭാമ ശാലിനിയോട് പറയണേ, അവന് പറയാനുള്ള ഉത്തരോ ദേ ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കാർത്തികയെ കാണിക്കുന്നതാ. ദേ ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കണ്ടോ, അത് തന്നെയാണ് നിനക്കുള്ള ഉത്തരം. നിനക്കിനി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല. അങ്ങനെ പറഞ്ഞ കാർത്തികയും വിഷ്ണുവിനെ ഒന്നിച്ച് നിർത്തുവാണ്. ഈ സമയം ശാരദാമ്മ പറയണേ, താലി നിലനിർത്താനുള്ള യാചന ഭർത്താവിനോടാണ് വേണ്ടത്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആൾ ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുമല്ലേ? അയാൾക്ക് നിന്റെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒരു നാൾ സത്യം പുറത്തു വരും. അതിന് പ്രകൃതി തന്നെ ഒരു വഴിയൊരുക്കും. പാതിപത്രം ജീവനായി കരുതുന്ന ഒരു സ്ത്രീയുടെ വാക്കുകളാണ് ഇത്. വാ നമുക്ക് പോകാം, നിന്നോടല്ല പറഞ്ഞത് വരാൻ എന്ന് പറഞ്ഞ് ശാലിനി ശാരദാമ്മയുടെ കൈ പിടിച്ച് അവിടെ നിന്നും ബലമായിട്ട് കാറിലേക്ക് കയറ്റുവാണ്. ഈ സമയം വിഷ്ണു ആണെങ്കിലും ആ കാഴ്ച ചങ്കുപൊടിയുന്ന വേദനയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ശാലിനി വീണ്ടും വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്